ഇനി മേലിൽ ഞാൻ ഇയാളെ ശല്യപ്പെടുത്തില്ല. സത്യമായിട്ടും എന്റെ പുറകെ ഇനി നടക്കില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ഹലോ മാഡം, ഞാൻ ഇനി ശല്യപ്പെടുത്തില്ലെന്നേ പറഞ്ഞോളൂ. സ്നേഹിക്കുന്നത് നിർത്താന്ന് പറഞ്ഞിട്ടില്ല. ശിവാനിയെ സ്നേഹിക്കുന്നത് ഈ തൃശ്ശൂരിന്റെ ജീവിതാഭിലാഷ ലക്ഷ്യ. തൃശ്ശൂൽ നിന്നെ... അയ്യോ മാഡം വേണ്ട. നന്ദീശ, നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്തായി? അതിനുവേണ്ടി മുതലാളി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴൊന്ന് കണക്ട് ആയത്. സാമ്രാട്ടിനോട് ഇപ്പോഴേ സംസാരിച്ചല്ല. സാമ്രാട്ടിനോട് സാമൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മുതലാളി, അയാൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. മാത്രമല്ല, സാമ്പശിവം മരിച്ചതിന് ശേഷം അയാൾ ആകെ പേടിച്ചിരിക്കും. സംസാരിക്കുമ്പോഴൊക്കെ അയാൾക്ക് വല്ലാത്ത പേടി പോലെ തോന്നും. പേടിയില്ലാതിരിക്കൂ. എനിക്കാണെങ്കിൽ ഗുരുക്കള് പിന്നിലുണ്ടെന്നുള്ളതാ ഒരു ധൈര്യം. അവർക്കാണെങ്കിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സത്യം മുതലാളി, നേരിട്ട് സാമ്പശിവൻ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി പോയതാ. പക്ഷേ എന്തെങ്കിലും ആവശ്യമില്ലാതെ ചോദിച്ച് അവർക്കൊരു സംശയം വരുത്തണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ചോദിച്ചില്ല. വെരി ഗുഡ്, നല്ലൊരു ഡിസിഷനാണ് അത്. വേറെ ആരെങ്കിലും നീ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. മറ്റു രണ്ട് സുഹൃത്തുക്കളൊന്ന് വിളിച്ചാലോ? വേണ്ട, അവരോട് ഞാൻ തന്നെ ചോദിച്ചോളാം. അവര് വല്ല വിവരം തന്നോ മുതലാളി? ഒന്നും ഇതുവരെ അറിഞ്ഞില്ലടാ. ഒരു ചെറിയ തെളിവ് പോലും കിട്ടിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? അത് തന്നെയാ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തൊന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിച്ചടിയായി നാളെ നമ്മളെ തന്നെ ഇല്ലാതാക്കും. എന്തെങ്കിലും ചെയ്ത് ആ ചുഴികളിലൊന്നും വീഴാതെ നമ്മൾ രക്ഷപ്പെടണം. നമ്മുടെ ചുവടുകൾ പിഴയ്ക്കാൻ പാടില്ല. ത്രിവിക്രം, നീ ഇവിടെ? ഞാൻ തന്നെ. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ച പോലെ എന്റെ ആദിശേഷൻ എന്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തിയല്ലോ. എന്താ ശിവാനി, ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അയ്യോ, ഞാനിതിനങ്ങനെ പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞ നീ എന്നെ തേടി ഇങ്ങോട്ട് തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ത്രിവിക്രം. നീ വന്നതുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ? കൊച്ചുമുതലാളി, നിങ്ങൾ അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അത്ഭുതം കൊണ്ട് ഞാൻ ഞെട്ടിത്തിരിച്ചു പോയി. അറിയോ, എന്നെ അന്വേഷിച്ച് വന്നതാണോ? ഇവിടേക്ക് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരായിരുന്നില്ലേ? ഞാൻ നിന്നെ തിരഞ്ഞു വന്നല്ലേ തൃശ്ശൂർ. ശിവാനിയെ കാണാൻ വേണ്ടി വന്ന. ശിവാനിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു, പക്ഷെ അവിടെ കണ്ടില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നു? ഞാൻ അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഡാഡിയോട് എന്തോ ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലേ നീ പോയത്? അപ്പൊ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞത് ഇതാണോ? അല്ലല്ല, അത് വേറെ കാര്യമാ. അതെന്താന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയാം ബോസ്. കുറച്ച് സമയം താ എനിക്ക്. പറയാൻ നല്ലൊരു സമയം വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ത്രിവിക്രം, വാ, പ്രാർത്ഥിച്ചിട്ട് വരാം. ഇല്ല, ഞാൻ കുറച്ച് ബിസിയാണ്. ത്രിവിക്രം, ത്രിവിക്രം, ബോസ് നിക്ക്. ത്രിവിക്രം, ത്രിവിക്രം നിക്ക്. അമ്പലത്തിന്റെ നടയിൽ വരെ വന്നിട്ട് പ്രാർത്ഥിക്കാതെ പോകാൻ പാടില്ലെന്ന് അറിയില്ലേ? അത് തെറ്റാണ്. ഇല്ല ശിവാനി, എനിക്ക് പോയിട്ട് തിരക്കണ്ട. ഇയാൾ പോയി പ്രാർത്ഥിച്ചിട്ടോ? അല്ല ത്രിവിക്രം, ത്രിവിക്രം, ത്രിവിക്രം.
ബോസിനെന്താ ഒരിക്കലും ഇല്ലാത്തൊരു തിരക്ക്? ഇനി എന്നോട് വല്ല ദേഷ്യമുണ്ടോ? കൊച്ചുമകനെ, നിനക്കിപ്പോ എല്ലാം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിനക്കിപ്പോ അനുഭവത്തിൽ നിന്നും മനസ്സിലായില്ലേ? മനസ്സിലായി. എനിക്ക് എല്ലാ കാര്യം മനസ്സിലായി. ഈ സത്യം അറിഞ്ഞത് മുതൽ എനിക്ക് തൃശ്ശൂരിനെ കാണുമ്പോ വല്ലാതെ ഭയം തോന്നാ. എന്നിൽ നിന്ന് അവൻ എല്ലാം മാറ്റുന്നുള്ള കാര്യം ഉറപ്പാ. എന്നിൽ നിന്ന് ശിവാനി അവൻ പറിച്ചു മാറ്റും. സംഭവിക്കുമെന്നത് ഉറപ്പാ. മുന്നോട്ട് പോകും തോറും ശിവാനി നിന്നിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. ശിവാനിയെ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇല്ല ഇല്ല ഇല്ല, ശിവാനിയെ ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൾ എനിക്ക് വേണം. കൊച്ചുമകനെ, നീ സമാധാനമായിട്ടിരിക്കുക. നിനക്ക് വേദനിക്കാൻ വേണ്ടിയോ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തിനാ പറഞ്ഞത്? എല്ലാ സത്യങ്ങളും അറിഞ്ഞത് മുതൽ ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഞാൻ താമസിക്കുന്ന വീട് എന്റേതല്ല. ഞാൻ ദിഗ്വിജയുടെ മകനല്ല എന്നുള്ള കാര്യം ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതി, എനിക്ക് എല്ലാം നഷ്ടപ്പെടും. കൊച്ചുമകനെ, ഇപ്പൊ ഈ സത്യം അറിയാവുന്നത് നമ്മൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ്. ഇപ്പൊ ആർക്കും അറിയില്ലായിരിക്കും, പിന്നീട് അറിഞ്ഞാലോ? വഴിയുണ്ട്. എന്ത് വഴി? ഞാനത് നിന്നോട് പറയണമെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം. ശരി, പറ. എന്താ ഞാൻ ചെയ്യണ്ടേ? ആദ്യം വേണ്ടത് നിന്റെ ഈ ജന്മരഹസ്യത്തെ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. അത് മറ്റൊരാളും അറിയാൻ പാടില്ല. ഞാൻ ആരോട് പറയാനാ? എന്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കാൻ നോക്കോ? നീ നിന്റെ യഥാർത്ഥ മാതാപിതാക്കളായ നന്ദീശനെയും മധുമതിയെയും നന്നായിട്ട് തന്നെ നോക്കണം. ശരി, ഞാൻ നന്നായിട്ട് നോക്കോളാം. അത് വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ. നീ എനിക്ക് വാക്കുതാ. വാക്ക് തരൂ കൊച്ചുമകനെ. വാക്ക് തരുന്നു. ഞാൻ എന്റെ അച്ഛനമ്മയെ നന്നായി നോക്കിക്കോളാം. ഇനിയെങ്കിലും പറ, സത്യം എല്ലാവരും അറിഞ്ഞാ പിന്നെ ഞാൻ എന്താ ചെയ്യാ? നിനക്കെല്ലാം എതിരിടാനുള്ള ശക്തിയാണ് വേണ്ടത്. ശക്തിയോ? അതിന് ഞാൻ എന്താ ചെയ്യാ? നിനക്ക് നിന്നിലെ തന്നെ ഒരു ശക്തി മുഴുവനായിട്ടും ഒരു വഴി കാണിച്ചു തന്നിരിക്കും. നിനക്കെതിരെ ആര് നിന്നാലും അവരെ എല്ലാം നേരിടാനുള്ള സമർത്ഥനായി മാറ്റി നിന്നെ ഞാൻ. നിങ്ങൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ? കൊച്ചുമകനെ, എന്ത് ചോദ്യമാ നീ ചോദിക്കുന്നത്? എന്റെ ശക്തി എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല. എത്രയോ വർഷത്തെ തപസ് അനുഷ്ഠിച്ചാണ് ഞാൻ ഈ ശക്തികളെല്ലാം നേടിയെടുത്തത്. നിന്റെ അച്ഛന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ ശക്തികളെല്ലാം ആവാഹിച്ചെടുത്തത്. അവൻ എന്റെ വാക്കുകൾ കേട്ടില്ല. ഇപ്പോ ആ ശക്തികളെല്ലാം നിന്റെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്റെ വാക്കുകൾ കേൾക്ക്. ശരി, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ശക്തികളെല്ലാം നിന്നിലേക്ക് ആവാഹിക്കാം. അതിനു മുൻപായി നീ ആദ്യപടികൾ നടത്തിയിട്ട് വാ. ചെല്ല്, മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് ഇത് ധരിച്ചു കൊണ്ടുവാ. ഞാൻ അപ്പോഴേക്കും പൂജകൾ ആരംഭിക്കട്ടെ. ത്രിവിക്രം എവിടേക്കാ പോയത്? ഞാൻ ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ലല്ലോ. എവിടെയാ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. ആളിത്ര തിരക്ക് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ പേടിയാവുക. മാഡം, ടെൻഷൻ അടിക്കില്ലെന്നേ. ഇവിടെ അടുത്തെവിടെയും പോയതാവും, പെട്ടെന്ന് വരുന്നേ. എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് എന്നോടൊന്നും മിണ്ട പോലും ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയി. ആളല്ലെങ്കിലും ഒരു ടെൻഷൻ പാർട്ടി ആണല്ലോ. നോക്ക്, എന്റെ ടെൻഷൻ എനിക്ക് അറിയും. നിനക്കതൊന്നും മനസ്സിലാവില്ല. ത്രിവിക്രം എന്നെ കാണാൻ വേണ്ടി വന്നതാ. നിന്നെ കണ്ടതുകൊണ്ടാ തിരിച്ചു പോയത്. എന്നെ കണ്ടിട്ടോ? നീ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത് കണ്ടിട്ട് അവൻ ടെൻഷൻ ആയത്. അതുകൊണ്ടാ പോയത്. നോക്കി, ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതെ,
എന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ അവിടെ കാണാൻ വന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ സീനിയർ, അറിയാലോ. വന്ന് നിന്നോട് സംസാരിച്ച് എന്റെ തലയ്ക്ക് ബുദ്ധിയില്ലാടായി. എന്റെ ഭഗവാനെ, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നീയും മിണ്ടാതിരുന്നു. ദയവേത് എത്രയും പെട്ടെന്ന് ആ സ്നേഹം എന്റേത് മാത്രമാക്കി തരണം നീ. അമൃത അന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ പെട്ടെന്ന് നീ ഒന്ന് ഒരുമിപ്പിക്ക് പ്ലീസ്. മാഡം ദേ വരുന്നു. ആ ഇന്നാണ് എന്റെ മോഹങ്ങളെല്ലാം പൂവണിയാൻ പോകുന്നത്. തൃശൂലിനെ നേരിടാനായി ശിവാനിയെ വറുതിയിലാക്കാൻ, നാഗമാണിക്യം എനിക്ക് സ്വന്തമാക്കാൻ, എല്ലാത്തിനും വേണ്ടി എന്റെ കൊച്ചുമകനെ ഞാൻ ശക്തനാക്കും. എന്റെ എല്ലാ ശക്തികളും ഞാൻ അവനിലേക്ക് അർപ്പിക്കാൻ പോവുകയാണ്. എന്റെ ജന്മരഹസ്യം എപ്പോ വരെ രഹസ്യമായിരിക്കുന്നോ അന്ന് വരെ എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എപ്പോ എന്റെ ജന്മരഹസ്യം മറ്റൊരാൾ അറിയുന്നുവോ അന്നെല്ലാം എനിക്ക് നഷ്ടമാകും. അതുവരെ എന്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് ഒരാളും ഒന്നും അറിയാൻ പാടില്ല. ഏയ് മഹാകാളി, അവന്റെ ദേഹം ശക്തമായതിനു ശേഷം ഒരുപാട് സത്യങ്ങൾ അവനോട് പറയാനുണ്ട്. അതെല്ലാം എനിക്ക് അവനോട് പറയണം. ആദ്യമായിട്ട് നാഗമാണിക്യത്തെ കുറിച്ച് പറയണം. നാഗമാണിക്യം തിരിച്ചു കൊണ്ടുപോകാനായി നാഗലോകത്തുള്ളവർ ഭൂമിയിലേക്ക് വന്ന കാര്യം പറയണം. നാഗമാണിക്യം ദിഗ്വിജയന്റെ കയ്യിലാണെന്നുള്ള കാര്യം പറയണം. നാഗമാണിക്യത്തിന്റെ കാവൽക്കാരൻ, നാഗലോകത്തിന്റെ യുവരാജാവ് ആദിശേഷൻ തൃശൂലായി പുനർജനിച്ച കാര്യവും എനിക്ക് അവനോട് പറയണം. എല്ലാത്തിനും മുഖ്യമായി എന്റെ കൊച്ചുമകൻ സ്നേഹിക്കുന്ന ശിവാനി മനുഷ്യ സ്ത്രീയല്ല, ഇച്ഛാധാരി നാഗമാണെന്ന കാര്യവും പറഞ്ഞേ പറ്റൂ. ആദിശേഷനെ സംഹരിച്ച് നാഗറാണിയെ സ്വന്തമാക്കി നാഗമാണിക്യത്തിന്റെ അധിപനായി മാറ്റും. സർവ്വലോകവും അവന്റെ കൈപ്പിടിയിൽ ഒതുക്കും. ശിവാനി എന്നെ ഇപ്പൊ ഇങ്ങനെ ഓർത്തെടുത്ത് വിളിക്കണമെങ്കിൽ മനസ്സിൽ ലഡ് പൊട്ടുന്നുണ്ടല്ലോ. ഹായ് ശിവാനി, എന്തുപറ്റി പെട്ടെന്ന് ഞാൻ വിളിക്കാൻ? എന്നെ മിസ് ചെയ്തോ? നായയുടെ വാല് കുഴലിട്ടെന്ന് പറയുന്ന പോലെ നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലേ? ശിവാനി, മനസ്സാകെ നീ ഇങ്ങനെ തുളുമ്പി കളിക്കുമ്പോ ഈ മനസ്സിലേക്ക് വേറെ വല്ല ചിന്തി വരും തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. നോക്ക് തൃശൂൽ, തല മറന്ന് എണ്ണ തേക്കണ്ട. ത്രിവിക്രം വീട്ടിലേക്ക് തിരിച്ചു വന്നോ? നീ അവനെ കണ്ടായിരുന്നോ? എന്റെ ബോസോ? ഇല്ലല്ലോ, ആളോട് വന്നില്ല. എവിടെ പോയെന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? അമ്പലത്തിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരുന്നല്ലേ. ഇയാൾക്കറിയാവുന്നതേ എനിക്കും അറിയാവൂ. കള്ളം. എന്റെ അടുക്കുന്ന എന്തോ മറക്കല്ലേ നീ? ഞാനും ത്രിവിക്രമം ഒന്നാകാതിരിക്കാൻ നീ തന്നെ എന്തോ ചെയ്തത്. അയ്യോ, ബോസിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കള്ളം പറയുന്നാണോ? ഒരു ചാൻസും ഇല്ല. ത്രിവിക്രം നിന്നെ വിളിച്ചായിരുന്നോ? അല്ല, നീ അങ്ങോട്ട് വിളിച്ചു നോക്കിയായിരുന്നോ? അവൻ എങ്ങോട്ട് പോയതാണെന്ന് നിനക്കറിയോ? ഇല്ലെന്നേ. തൃശൂൽ, ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ വെറുതെ ഇല്ല നിന്റെ നോണ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇതാണ് ഈ പെൺകുട്ടികളെ മനസ്സിലാക്കാനേ പറ്റില്ല എന്ന് പറയുന്നത്. ആദ്യം ഉത്തരം പറഞ്ഞ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറയാൻ പറയും. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ എന്ത് ഉത്തരാണെന്നും ചോദിക്കും. എന്റെ ടെൻഷൻ എനിക്കറിയും. ഇനി നിന്നോട് സംസാരിച്ച സമയം കളയുന്നില്ല. ശിവനി, അയ്യോടാ,
ഇതിപ്പോ എന്താ മുഖത്തടിച്ച പോലെയാണല്ലോ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ശിവാനിക്ക് എന്നോടൊരു തരി പോലും സ്നേഹമില്ലേ? എനിക്ക് തോന്നുന്നത് ത്രിവിക്രം എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാ. കൊച്ചുമകനെ, കൈകൂപ്പി മനസ്സിരുത്തി കാളിയെ പ്രാർത്ഥിക്ക്. ഓം റാം റീം ഹട്ട് സ്വാഹ. ഓം റാം റീം ഹട്ട് സ്വാഹ. ത്രിവിക്രം വന്നെന്നാ തോന്നുന്നത്. ആരാ? ഐ ആം ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഹാർട്ടിലുള്ള ചിലതിന്റെയൊക്കെ കണക്കെടുക്കാൻ വന്നതാ. നീ എന്തിനിങ്ങോട്ട് വന്നേ? എന്താ ശിവാനി, ഷോക്കായി പോയോ? ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? നിനക്കൊട്ടും സങ്കല്പിക്കാനാവാത്തൊരു വ്യക്തിയാണ് ഈ ഞാൻ. ചോദിക്കാതെയും പറയാതെയും വീട്ടിലേക്ക് കയറുന്നത് കള്ളന്മാരാ. ഞാൻ ഒരു തരത്തിൽ പറഞ്ഞ കള്ളനാ. നിന്റെ ഈ ഹാർട്ട് കട്ടെടുത്ത കള്ളൻ. ഇങ്ങോട്ട് എന്തിനു വന്നെന്നാ ചോദിച്ചേ? അത് പിന്നെ ഒരു കാറ്റ് വന്ന് പറഞ്ഞതാ. എന്റെ കുട്ടി അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക, ഒന്ന് പോയി നോക്കിയിട്ട് വന്ന്. കെട്ടിപ്പിടിച്ചൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഞാനിപ്പം കൂടെ ഓടി വന്ന. എന്നെ സമാധാനിപ്പിക്കാൻ നീ ആരാ? ഓരോ കാരണം ഉണ്ടാക്കിക്കൊണ്ടിങ്ങ് വന്നോളൂ. സോറി ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഇഫ് ഐ ആം നോട്ട് റോങ്. ഞാനൊരു കാരണം ഉണ്ടാക്കി വന്നതല്ല. നിനക്ക് ടെൻഷൻ ആണെന്ന് പറഞ്ഞത് നീ തന്നെയാ. ഞാൻ പറഞ്ഞ ഉടനെ നീ വരണമെന്നുണ്ടോ? എന്നെ ശല്യം ചെയ്യാനായിട്ട് വന്നതല്ലേ നീ ഇപ്പൊ? അത് ഇവിടത്തെ തോന്നലല്ലേ. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം വന്നേ. മുതലാളി വരെ എന്നോട് ഇവിടത്തെ ഒപ്പം ഉണ്ടാവാൻ പറഞ്ഞതും ആ ഉദ്ദേശത്തോടെയല്ലേ. അവരന്നങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കേറി വരുന്നുണ്ടല്ലോ. നിക്ക്, ഇപ്പൊ തന്നെ ദിഗ്വിജയൻ അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞോളാം. എന്ത് പറയുന്ന? തൃശ്ശൂർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് എന്നെ വെറുതെ ശല്യം ചെയ്തോണ്ടിരിക്കാന്ന്. അയ്യോ, നീ ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ലൈനും അങ്ങ് ക്ലിയർ ആയിക്കോളും. ഞാൻ അവരോടൊക്കെ എന്റെ ലവിന്റെ കാര്യം എങ്ങനെ പറയുന്നു വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. നീ തന്നെ ഇപ്പൊ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാ എന്റെ പണി ഈസിയാവും. അടിപൊളി. ആണോ? എന്നാ ശരി, ഇപ്പൊ തന്നെ പറയാം. ശിവാനി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ തമാശക്ക് എന്താ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? നിനക്ക് അവര് തന്നെയാ നല്ലത്. ഞാൻ പറയുന്നതൊന്നും നീ ചെവിക്കൊള്ളുന്നില്ലല്ലോ. ഓ, എനിക്ക് എപ്പോഴാ മനസ്സിലായേ? ഞാനിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്നോട് പ്രേമം തോന്നുന്നു പേടിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള പരിപാടിയാ. തൃശ്ശൂർ, ഈ കുട്ടിക്കളിയൊക്കെ മാറ്റിയിട്ട് കുറച്ച് സീരിയസ് ആവാൻ പഠിക്കും. ഓരോ പ്രാവശ്യം നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരുന്നത് എന്റെ ജോലിയല്ല. സോറി ശിവാനി, ഈ തമാശകളൊക്കെ നീ കുട്ടിക്കളിയായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കും, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അത് കരുതി എനിക്ക് ഉത്തരവാദിത്തമില്ലാന്ന് വിചാരിക്കരുത്. ഞാനുള്ളത് നിനക്ക് വേണ്ടിയാ. നീ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിച്ച ഞാൻ ഇതുപോലെ കോമാളിയായിട്ട് നടക്കുന്നത്. സീരിയസ്നെസ് എന്റെ നിഘണ്ടുവിലില്ലെന്ന് വിചാരിക്കില്ലേ? ഞാനിനി സീരിയസ് ആയി കഴിഞ്ഞാൽ ആ മുഖത്തൊരു പ്രസാദം ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ശിവാനി, ഈ മുഖത്ത് എപ്പോഴും ആ ചിരി ഉണ്ടായിരിക്കണം. നീ എപ്പോഴും സന്തോഷിച്ച് തന്നെ ഇരിക്കണം. എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പേടിക്കണ്ട കൊച്ചുമകനെ. എന്നിലുള്ള ശക്തി നിനക്ക് ലഭിക്കുന്നതുവരെ കണ്ണടച്ചിരുന്ന് കാളിയോട് പ്രാർത്ഥിക്ക്. പേടി വേണ്ട കൊച്ചുമകനെ, ഭയത്തെ മറികടക്ക്. നിന്റെ കൂടെ ഞാനുണ്ട്.